മലയാളത്തിന്റെ അഭിമാന താരമാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ച് അന്യഭാഷാ താരങ്ങളടക്കം പറയാറുണ്ട്. നടി അനശ്വര രാജൻ മോഹൻലാലിനെക്കുറിച്ച് പറഞ്ഞതാണ് നിലവിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. മോഹൻലാൽ എന്ന നടൻ തനിക്ക് ഒരു വണ്ടറാണെന്ന് അനശ്വര രാജൻ അഭിപ്രായപ്പെടുന്നു. ലാസാറിനെയൊക്കെ കണ്ടു വളർന്നതാണ് എന്ന് പറയുകയാണ് അനശ്വര രാജൻ. സ്ക്രീനിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ റിയാലിറ്റി ചെക്കിൽ ആയിരിക്കും. ശരിക്കും ആണോ എന്ന് അത്ഭുതപ്പെടൽ. ആളെ സ്വിച്ച് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് കഥാപാത്രത്തേക്ക് സ്വിച്ച് ചെയ്യുന്നതൊക്കെ അത് കണ്ട് നേരെ എന്ന സിനിമയിൽ ലൊക്കേഷനിൽ വെച്ചാണ് അങ്ങനെ കണ്ട് വണ്ടറച്ച് നിന്നിട്ടുണ്ട്. അങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് പോലെ കണ്ടിട്ട് എന്നെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന താരം വണ്ടറാണെന്നും അനശ്വര രാജൻ പറയുന്നു. ബാറോസ് മോഹൻലാലിൻ്റെ ഒടുവിൽ പ്രദർശനത്തിനെത്തിയ സിനിമ. സംവിധായകൻ മോഹൻലാലാണ് ആദ്യമായി ഒടുവിൽ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുകയാണ്. ബാറോസിന്റെ ബജറ്റ് 150 കോടിയിലധികമാണ് എന്ന ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ഷാരോൺ തോമസ് അവകാശപ്പെടുന്നു. സാങ്കേതികവിദ്യയിൽ എത്തിയ ഒരു ചിത്രമായിട്ടും പ്രേക്ഷകരെ ആകർഷിക്കാനായില്ല. മോഹൻലാൽ പാടുന്നുണ്ടെങ്കിലും ബാറോസ് എന്ന ചിത്രത്തിന് ആകർഷണമായിരുന്നു എന്ന പ്രതികരണങ്ങൾ. മനോഹരമായ ഗാനമാണ് ചിത്രത്തിലെ എന്നാണ് താരത്തിന്റെ ആരാധകരുടെ അഭിപ്രായം. സംവിധായകൻ മോഹൻലാലിന്റെ ബാറോസ് എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് സന്തോഷ് ശിവനാണ്. ജിജോ പുന്നോസ് എഴുതിയ കഥയിൽ ചിത്രം 3Dയിലാണ് എത്തിയത്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂർ. മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരുന്നു ബാറോസ്. മാർക്ക് കില്ലിനും ലിഡിയൻ നാദസ്വരവും സംഗീതവും പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബാറോസ് കഥാപാത്രം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തിയേറ്ററിൽ ഗുണമുണ്ടായില്ല. ബാറോസിനെ പ്രശംസിച്ച് വിവിധ സംവിധായകരടക്കം രംഗത്തെത്തിയെങ്കിലും നേട്ടമുണ്ടാക്കാനായില്ല എന്ന കളക്ഷൻ നിലവിൽ തെളിയുന്നത്. കേരളത്തിൽ മാത്രം അഡ്വാൻസായി 1 കോടിയിലധികം നേടിയിരുന്നു മോഹൻലാൽ ചിത്രം ബാറോസ്. എന്നാൽ പിന്നീടങ്ങോട്ട് മോഹൻലാലിന്റെ ബാറോസ് ചിത്രത്തിൽ മുന്നോട്ട് പോകാനായില്ല. വിവിധ ഭാഷകളിലും താരത്തിനായിരുന്നു മോഹൻലാൽ ചിത്രമിട്ടത്.